സ്വന്തം റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കായിക താരത്തിന്റെ ആത്മവിശ്വാസത്തോടെയും സ്ഥിരതയോടെയും പുതുപ്പള്ളിയിലെ വിജയത്തിലേക്ക് സൈക്കിൾ ചവിട്ടിക്കയറിയ നേതാവാണ് ചാണ്ടി ഉമ്മൻ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 37,719 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ തവണ അദ്ദേഹം തകർത്തത് 52,907 വോട്ടിന്റെ ശക്തമായ ലീഡിലൂടെയായിരുന്നു. ഈ വിജയം ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് നേട്ടമല്ല, മറിച്ച് പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധത്തിന്റെ തെളിവാണ്. 2023 സെപ്റ്റംബറിൽ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ചാണ്ടി ഉമ്മൻ ആദ്യമായി തന്റെ രാഷ്ട്രീയ മികവ് തെളിയിച്ചത്. അന്നു തന്നെ അദ്ദേഹത്തിന്റെ ലളിതമായ പ്രചരണ രീതിയും ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെടാനുള്ള കഴിവും ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ അതേ ശൈലി കൂടുതൽ ശക്തമാക്കി, കൂടുതൽ ആസൂത്രിതമായ രീതിയിൽ അദ്ദേഹം പ്രയോഗിച്ചു. ചെലവ് കുറച്ചുള്ള പ്രചരണ രീതിയാണ് ഈ വിജയത്തിലെ മുഖ്യ സവിശേഷതകളിലൊന്ന്. ആഡംബര പ്രചാരണ രീതികൾക്കും വലിയ പൊതുയോഗങ്ങൾക്കും പകരം ഒരു സൈക്കിളിൽ കയറി ഓരോ വീട്ടിലും നേരിട്ടെത്തി വോട്ടർമാരുമായി ആശയവിനിമയം നടത്തിയാണ് അദ്ദേഹം വോട്ട് തേടിയത്. ഈ സമീപനം രാഷ്ട്രീയത്തിൽ അപൂർവമായി കാണുന്ന ഒരു മാതൃകയായി മാറുകയും സാധാരണ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തു. സൈക്കിൾ പ്രചരണം വെറും ഒരു പ്രതീകമല്ല, വിനയത്തിന്റെയും ജനസമീപനത്തിന്റെയും സന്ദേശമായി മാറി. വിജയഫലം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചത് ഏറെ വികാരഭരിതമായ നിമിഷമായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് മറിയാമ്മ ഉമ്മനും ഒപ്പമുണ്ടായിരുന്നു. ഈ കാഴ്ച ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിജയാഘോഷത്തെക്കാൾ കൂടുതൽ ഒരു മകന്റെ വ്യക്തിപരമായ ആദരസൂചകമായി ജനങ്ങൾ ഏറ്റെടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ രണ്ടാമത്തെ ഉയർന്ന ഭൂരിപക്ഷം നൽകി പുതുപ്പള്ളിക്കാർ വീണ്ടും ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തെ അംഗീകരിച്ചു. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രഭാവം ഇപ്പോഴും മണ്ഡലത്തിൽ ശക്തമായി നിലനിൽക്കുന്നതും അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ ചാണ്ടി ഉമ്മൻ സ്വീകരിച്ച സജീവവും ശക്തവുമായ നിലപാടുകളും ഈ വിജയത്തിന് പിന്നിൽ പ്രധാന ഘടകങ്ങളായി മാറി. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സമീപനം വോട്ടർമാരിൽ വിശ്വാസം വളർത്തി. പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിലെ പ്രമുഖ നേതാക്കളെയും അദ്ദേഹം സൈക്കിളിൽ കയറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചു. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ്, കർണാടക മന്ത്രി KJ ജോർജ്, രാജസ്ഥാൻ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജോലി, തെലങ്കാനയിലെ മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്തു. ഇവരെല്ലാം സൈക്കിളിൽ പങ്കാളികളാക്കിയതിലൂടെ ചാണ്ടി ഉമ്മൻ തന്റെ ലളിതമായ പ്രചരണത്തിന്റെ സന്ദേശം കൂടുതൽ ശക്തമായി ഉയർത്തിക്കാട്ടി. പരമ്പരാഗത പ്രചരണ രീതികളായ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും പൂർണ്ണമായും ഒഴിവാക്കിയത് വലിയ ചർച്ചയായി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമാപന യോഗമായ കലാശക്കൊട്ടും ഒഴിവാക്കിയത് ശ്രദ്ധേയമായ തീരുമാനമായിരുന്നു. ഈ ചെലവുകൾ ഒഴിവാക്കി അതിനു പകരം ഭവന നിർമ്മാണ പദ്ധതികൾക്കായി പണം വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വോട്ടർമാരിൽ വലിയ അംഗീകാരം നേടി. സാമൂഹിക ഉത്തരവാദിത്തം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനമായി ഇത് വിലയിരുത്തപ്പെട്ടു. പുതുപ്പള്ളി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 UDF ഭരിക്കുന്നതും LDF ഭരിക്കുന്ന ഏക പഞ്ചായത്തായ കൂരോപ്പടയിലും UDFന് മുൻതൂക്കം ലഭിച്ചതും മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രവണതയെ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കുടുംബയോഗങ്ങളും വാർഡ് തല കൺവെൻഷനുകളും സംഘടിപ്പിച്ച് ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിനായി തയ്യാറായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ മുന്നൊരുക്കത്തിന്റെ സൂചനയാണ്. മണ്ഡലത്തിൽ വികസനം കുറവാണെന്ന LDFന്റെ ആരോപണത്തെ UDF ശക്തമായി ചെറുത്തു. സംസ്ഥാന സർക്കാർ ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതാണ് വികസനത്തിലെ വൈകിപ്പോക്കിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി അവർ മറുപടി നൽകി. ഈ വാദം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തി. അതേസമയം NDA സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വൈകിയതും UDFന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു. ലാളിത്യവും ജനസമീപനവും രാഷ്ട്രീയ ബുദ്ധിയും ചേർന്ന ഒരു പ്രചാരണ ശൈലിയാണ് ചാണ്ടി ഉമ്മനെ ഈ വലിയ വിജയത്തിലേക്ക് നയിച്ചത്. പുതുപ്പള്ളിയിലെ ഈ വിജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ശക്തമായ അടിത്തറയാവുകയും കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തലമുറ നേതാവായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.